Hello guys, welcome back to my channel Labimiki. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് മൈൻക്രാഫ്റ്റ് ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ പാർട്ട് 3 ആയിട്ടാണ് ഗൈസ്. പാർട്ട് 1 കാണാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കാണുക. ഓക്കെ, പാർട്ട് 2 എൻ്റെ ചാനലിൽ കിടപ്പുണ്ട്, പോയി കണ്ടാൽ മതി. ഓക്കെ, അത് പോയി കാണുക, എന്നിട്ട് വേണം ഇത് കാണാൻ, എന്നാലേ മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് എന്താ ഗോൾ എന്ന് വെച്ചാൽ നമ്മൾ ഫുൾ അയൺ ആർമർ ആവും. പിന്നെ നമുക്ക് എന്താ പറയുക, ഒരു ഹോൾസിനെ നമ്മുടെ ഫ്രണ്ട്സ് ആക്കണം. അത്രേ ഉള്ളൂ ഇന്നത്തെ ഗോളൊക്കെ. വീഡിയോയിലോട്ട് പോകുന്ന മുമ്പ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ ഞാനത്തെ വീഡിയോയിൽ നോട്ടിഫിക്കേഷനായി കിട്ടും. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലിട്ട് വെച്ച് പിടിപ്പിക്കാം. ഗൈസ്, ഞാൻ ഓഫ് ക്യാമറയിൽ നിന്ന് ഭയങ്കര ഗ്രൈൻഡിങ് ആയിരുന്നു. ഓഫ് ക്യാമറയിൽ ഭയങ്കര ഗ്രൈൻഡിങ് ആയിരുന്നു. അപ്പോൾ എനിക്ക് 36 അയൺ കിട്ടിയിട്ടുണ്ട്. നിങ്ങളെ ലാഗ് അടിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാൽ എനിക്ക് തെളിവുണ്ട് ഗൈസ്. നിങ്ങൾ ക്രിയേറ്റീവ് മോഡല്ല, ഉറപ്പാണ് ക്രിയേറ്റീവ് മോഡല്ല. നോക്ക് ഗൈസ്, നോക്ക് നിങ്ങൾ തന്നെ നോക്കിക്കോ. കണ്ടപ്പോൾ താഴെ ഇറങ്ങി കുറേ അയണൊക്കെ ഒപ്പിച്ചത്. ഇവിടെ കോളൊക്കെ ഇരിപ്പുണ്ട്, അതൊക്കെ ഒപ്പിച്ചിട്ടാണ് നമുക്ക് സ്മെൽറ്റ് ആക്കാൻ നമുക്ക് നിങ്ങളെ കാണിക്കാൻ വിചാരിച്ചാണ് സ്മെൽറ്റാക്കിയത്. പിന്നെ ഗൈസ്, ഞാൻ ഓഫ് ക്യാമറ ഡയമണ്ട് കണ്ടുപിടിച്ച് ഗൈസ്. യെസ് ഗൈസ്, ഡയമണ്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഡയമണ്ട് കാണിച്ചു തരാം. ഡയമണ്ട് ഗൈസ്, ഡയമണ്ട് ഞാൻ എവിടെ കണ്ടാ വെച്ചതാണ്ട് ഇവിടെ നിന്ന് ഇച്ചിരി പോയപ്പോൾ ഗൈസ് എനിക്കൊരു കുറേ ഡയമണ്ട് കിട്ടിയാണ്ട്. ഇവിടെ കുറേ ഡയമണ്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു ഫോർച്യൂൺ 3 ഒപ്പിക്കണം. അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഡയമണ്ട് മൈൻ ചെയ്യാം. ഓക്കെ, ഞാൻ നിങ്ങൾ ലാഗ് അടിപ്പിക്കുന്ന വെച്ചാൽ ഞാൻ ഓഫ് ക്യാമറ ആയിരുന്നു. ഭയങ്കര ഗ്രൈൻഡിങ് ആയിരുന്നു ഗൈസ്. അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങ് ഗ്രൈൻഡിങ് ആയിരുന്നു. ഇവിടുത്തെ കോൾ എടുത്താലോ? വേണ്ട, കോൾ അവിടെ നിന്നോട്ട്. നമ്മുടെ കോൾ ഇരിപ്പുണ്ട്. ആ കോൾ വെച്ച് നമുക്ക് സ്മെൽറ്റ് ആക്കിയാൽ മതി. അയണെല്ലാം ഒന്ന് സ്മെൽറ്റ് ആക്കി വെക്കാം. ഓക്കെ, സ്മെൽറ്റ് ആക്കാം. 36 അയണും 11 ഗോളും. ഒരു ഗോളും തരാം, ഫുൾ ഗോളും വാ. അത് ആ പെട്ടി എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ആ പെട്ടി നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണ് സാധനങ്ങൾ. ഇതാണ് നമ്മുടെ സ്മെൽറ്റിങ് ഏരിയ. സ്മെൽറ്റാക്കാൻ വെക്കാം. എല്ലാം പകുതി ഇച്ചിരി കൊടുക്കാം. ഒരു 3 അയണും പിന്നെ ഇച്ചിരി എല്ലാവർക്കും കൊടുക്കാം. 13 അയണും കൊടുക്കാം. ഇവിടെ ഒരു ഇത്ര അയണം. ഇവിടെ ഒരു 6 അയൺ ഇരിപ്പുണ്ടായിരുന്നു. കോൾ ഇരിപ്പുണ്ടായിരുന്നു. പണ്ടങ്ങാണ്ട് കൊണ്ട് വെച്ചതാണ്, ഞാൻ ഓർമ്മയില്ല. ഒരു കോളല്ല, നമുക്ക് 2 കോൾ കൊടുക്കാം. ഓക്കെ, ഇവിടെ ഇങ്ങനെ കൊടുക്കാം. ചെറിയൻ കോൾ. ലാഗ് ഫുള്ള് ലാഗാണ് ഗൈസ്. അത് നിങ്ങൾ നോക്കണ്ട, വീഡിയോ ഉണ്ടാവും. നിങ്ങൾ ഇച്ചിരി പോട്ട്, ഇത്ര കോളൊന്നും വേണ്ട, ചെറിയ കോൾ മതി. എല്ലാവർക്കും എക്സ്ട്രാ ഒന്നും കൊടുത്താൽ മതി. ഇനി 5 അയണും കൂടെ ഉള്ളൂ. പെട്ടെന്ന് സ്പെറ്റാക്കാൻ വേണ്ടിയാണ് നമ്മളിത് കുറേ കൊടുക്കുന്നത്. 3 ഈ 2 കൂടെ ഇരിക്കട്ടെ. എല്ലാം സ്മെൽറ്റാവട്ടെ. സ്മെൽറ്റായോ? 5 അയൺ സ്മെൽറ്റായിട്ടുണ്ട്. നമ്മൾ അയൺ ഗോളത്തിൽ കൊന്നില്ല, അന്നേരം നമുക്ക് ഒരു 7 എണ്ണം കിട്ടിയായിരുന്നു. ഇവിടെ നമ്മൾ പറയുന്ന ടൈമുണ്ട് അതെല്ലാം ചൂടാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ. ഇവിടത്തെ കഴിഞ്ഞ് ഇവിടെ കണ്ടോ, തരിക ഇവിടെ ഇല്ലല്ലേ. കോളം കിടത്തുക, കോളിന് ആവശ്യമുണ്ട്. കോളെല്ലാം കൂടെ ഇങ്ങോട്ട് ഇരി. ഇവിടെ ഒന്നും ഇല്ലല്ലോ, ഇവിടെ ഒന്നുമില്ല. അപ്പം ഇതാണ് ലാസ്റ്റത്തെ 4 എണ്ണം കൂടെ ഉണ്ട്. അപ്പം എൻ്റെ വീടിനകത്ത് ചെസ്റ്റിനകത്ത് 1 എണ്ണം കൂടെ ഇരിപ്പുണ്ട്. 1 എണ്ണമല്ല, 7 എണ്ണം. അയൺ കോളത്തിന് ഒന്നപ്പം കിട്ടിയതാണ്. നമ്മൾ എന്താ പറയുക, ഈ വില്ലേജ് അപ്പിയപ്പോൾ നമുക്ക് സാഡിൽ കിട്ടിയായിരുന്നു. സാഡിലാണ് നമ്മുടെ ഇരിക്കുന്നത്. നമുക്ക് എന്താ പറയുക, സുഹൃത്താക്കണം. എന്നിട്ട് വേണം നമുക്ക് ഹോഴ്സ് റൈഡൊക്കെ ചെയ്യണം. ഹോഴ്സ് റൈഡ് നല്ലതാണ്. ഓക്കെ ഗൈസ്, നമ്മുടെ ലാസ്റ്റത്താണ് സ്മെൽറ്റാകാൻ പോവാണ്. സ്മെൽറ്റാവ് പെട്ടെന്ന് സ്മെൽറ്റാവും ഗൈസ്. ലാസ്റ്റത്താണ് സ്മെൽറ്റായിട്ടുണ്ട്. 38 അയണായി. ഇനി അയണുണ്ടോടാ നമ്മുടെ കയ്യിൽ? ഇല്ലല്ലേ, ഇനി ഇല്ല അയണ്.
എവിടെയെല്ലാം ഉണ്ടോ നോക്കട്ടെ. 2 ഞാൻ ഇപ്പോൾ പൊട്ടനായി തന്നെ എടുത്തത്. കോളുണ്ട് എവിടെയെങ്കിലും ഒരു കോള്. 2 കോളോടെ വാ. ഈ 6 കോളെടുത്ത് ഇങ്ങോട്ട് വെക്കാം. 2 ആണ് അവിടെ ചെയ്യുക പൊട്ടൻ. ഇപ്പം ഞാൻ എല്ലാം കൂടെ ആക്കിയാനേ ഇപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് ആവുന്നുണ്ട്. 3 ഇതിനകത്ത് ഇരിപ്പുണ്ടല്ലോ. ഞാൻ ഇതിനകത്തൊക്കെ വെച്ചിട്ട് ഇപ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഫുൾ അയൺ ആർമർ ടൂൾസ് ആകുമ്പോൾ ഒരു ടൂൾ മാത്രം ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ തകർന്നു പോയേനെ ഗൈസ്. ഒരെണ്ണം കൂടെ 43 അപ്പോൾ റെഡിയാക്കുന്നുണ്ട്. നമ്മുടെ വീടിൻ്റെ അകത്തെ എന്താ പറയുക, അതിൽ തന്നെ നമുക്ക് അയൺ ആർമർ ഫുൾ സെറ്റാക്കട്ടെ. ഓക്കെ, അയൺ ആർമർ സെറ്റാക്കാം. ഓക്കെ, ഒരു ഹെൽമെറ്റ്, ഒരു ചെസ്റ്റ് പ്ലേറ്റ്, പിന്നെ ഒരു പാൻറ്റ്. ഇത്ര ആവശ്യമുള്ളൂ ഗൈസ്. നമ്മുടെ ബൂട്ട് നമ്മുടെ ഇരിപ്പുണ്ട്, അത് വേറെ കാര്യം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫുൾ അയൺ ആർമർ ആകാൻ പോവാണ് ഗൈസ്. നിങ്ങൾ അയൺ ആർമർ ആകാം ഗൈസ്. അപ്പം നമ്മൾ ഹെൽമെറ്റ് ഇടാൻ പോവാണ് ഗൈസ്. ഹെൽമെറ്റ്, ചെസ്റ്റ് പ്ലേറ്റ്, പിന്നെ ഒരു ലെഗിൻസ്. ഫുൾ അയൺ ആർമർ ആയിട്ടുണ്ട് ഗൈസ്. അയൺ ആർമർ ഓക്കെ, ഇനി നമുക്ക് ഫസ്റ്റ് പേഴ്സൺ ഇടാം. മീൻസ് ഇങ്ങനെയാണ് ഗൈസ് ഞാൻ ഫസ്റ്റ് പേഴ്സണൊക്കെ ഇടുന്നത്. ആർക്കും അറിയാത്തുണ്ടെങ്കിൽ ഞാൻ ചെയ്താൽ മതി. ഓക്കെ, നമ്മൾ ഫുൾ അയൺ ആർമർ ആയിട്ടുണ്ട് ഗൈസ്. പിന്നെ ഒരു ടൂൾസ് ഉണ്ടാക്കണം നമുക്ക്. അതിനുവേണ്ടി നമുക്ക് സ്റ്റിക്ക് ഒപ്പിക്കാൻ പോകണം. സ്റ്റിക്ക് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ എന്താ പറയുക, സ്റ്റോറേജ് ഏരിയ നമ്മൾ കയറുന്നുണ്ട്. ഇവിടെ അല്ല ഈ ചെസ്റ്റിനകത്ത് അതുകൊണ്ട് ഗൈസ് നമ്മൾ അയൺ പിക്കാക്സ് ഉണ്ടായിരുന്ന. അപ്പോൾ അത് നമുക്ക് എന്താ പറയുക, നമ്മൾ ഇവിടെ നിന്ന് കിട്ടിയതാണ്. നമുക്ക് ഒരു തടി വേണം. തടിയുടെ ആവശ്യമില്ല, ഇവിടെ നിന്ന് ഉണ്ടാക്കാം. നമുക്ക് ഇവിടെ നിന്ന് ഒരു ടൂൾ സെറ്റാക്കാം. അല്ലേ ഇവിടെ നമുക്കൊരു എന്താ പറയുക, ഒരു ഷീൽഡ്, പിന്നെ ഒരു ആക്സും പിക്കാക്സും ഉണ്ടാകാൻ ഇതില്ല. എന്താ പറയുക, ഇതെന്തുവാ, സ്റ്റിക്ക് ഉണ്ടാക്കണം. പിന്നെ ഒരു സോഡ്, ആയോ ഇല്ലോ, പിക്കാക്സ് നമ്മുടെ ഉണ്ട്. പിന്നെ ഷവല്, ഒരു ഹോയ്. ഓക്കെ, ഫുൾ അയൺ ആർമർ ആൻഡ് ടൂൾസ് ഗൈസ്. നമുക്ക് ഷീൽഡ് കൂടെ ഇടുമ്പോൾ ഫുൾ സെറ്റാണ്. ഷീൽഡ്, പിന്നെ നമ്മുടെ പഴയ ആർമർ അല്ലല്ലോ, പഴയ ടൂൾസ് അങ്ങ് എടുത്ത് വെച്ചേക്കാം. പഴയ ടൂൾസിന് ആവശ്യമില്ല. ഓക്കെ, ഈ പിക്കാക്സ് എല്ലാം പോയിക്കോ. പുതിയ ആർമർ സെറ്റായി നമുക്ക്. അത്രേ ഉള്ളു ഗൈസ്. നമുക്ക് പിന്നെ 14 നമ്മൾ ബാക്കി ഇരിപ്പുണ്ട്. അത് നമ്മൾ വീട്ടിൽ കൊണ്ട് വെക്കാം ഗൈസ്. ഞാൻ ഓഫ് ക്യാമറ ഒരു കോഴ്സിന് സെറ്റായിട്ടുണ്ട്. അതെൻ്റെ ഫ്രണ്ടും ആയിട്ടുണ്ട് ഗൈസ്. ഞാൻ വീട്ടിൽ കൊടുത്ത് നമുക്ക് എന്തായാലും ആക്കണ്ടേ, ഫ്രണ്ടാക്കാം നമുക്ക് അപ്പോൾ ഒരു സൈഡിലും കൂടി ഇടാം. ഇത് ഓപ്പൺ ആക്കണ്ട ഗൈസ്. നമുക്കൊരു പുതിയ അച്ചീവ്മെൻറ്റ് കിട്ടി. നോട്ട് ടുമറോ, നോട്ട് ടുഡേ, താങ്ക് യു. നോട്ട് ടുഡേ ബ്രോ, നോട്ട് ടുഡേ. ഫുൾ അയൺ ആർമർ സെറ്റ്. മോനെ, ഇവൻ്റെ ഒരു നല്ലൊരു പേരിടും കമൻറ്റ് ഗൈസ് കേട്ടോ. നമുക്ക് നെയിം ടാഗ് സെറ്റ് ആകുമ്പോൾ നമുക്ക് പേര് കൊടുക്കാം. ഓക്കെ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് പ്രസ് ചെയ്താൽ വീഡിയോയിലുള്ള നോട്ടിഫിക്കേഷനൊക്കെ കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. ബൈ. അപ്പോൾ നിങ്ങൾ ഇവൻ്റെ ഈ ചുണക്കൂട്ടൻ്റെ ഒരു പേരിടുക കേട്ടോ. ആ പേര് നമുക്ക് നെയിം ടാഗ് കൊടുക്കാം. ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ.